ബിജെപി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഷോൺ ജോർജ്, ആർ ശ്രീലേഖ ഉൾപ്പെടെ 10 പേരെ വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചു. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. വിവിധ മേഖലയിലെ അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചു. വിജിൻ വയാന്തോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിജിൻ, ആരൊക്കെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ദീന, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും ഒപ്പം തന്നെ ബി.ജെ.പിയിൽ ഈ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള തർക്കവും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്രയും കാലതാമസം എടുത്ത് ഇങ്ങനെയൊരു ഭാരവാഹി പട്ടിക പുറത്ത് ഇറക്കിയിരിക്കുന്നത്. കെ എസ് രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ സി സദാനന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് പി സുധീർ, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, ശ്രീമതി ആർ ശ്രീലേഖ, കെ സോമൻ, അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, ഷോൺ ജോർജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാരായി. ഇതിൽ എസ്. സുരേഷിന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കുന്നു എന്നുള്ള സൂചനകൾ ഒക്കെ ഉണ്ടായിരുന്നു. എത്രയും അടുത്ത നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്നു. അവരെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നത്. അനൂപ് ആന്റണി ജോസഫ് നേരത്തെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ തലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മീഡിയ സെല്ലിന്റെ കേരളത്തിലെ ചുമതല നൽകിയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം ചുമതല നൽകിയിരുന്നത് അനൂപ് ആന്റണിക്കായിരുന്നു. അദ്ദേഹം കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, കേരളത്തിൽ പരിചയമില്ലാത്ത ഒരാളെ കേരളത്തിലേക്ക് എത്തിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ബി.ജെ.പിയിൽ തന്നെ നേരത്തെ ഉയർന്നിരുന്നു. അങ്ങനെ ഇരുന്ന ഒരാളെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആക്കി നിയോഗിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനം കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ അടുത്ത കാലത്ത് പാർട്ടിയിൽ ചേർന്ന ഷോൺ ജോർജ്, ഒപ്പം തന്നെ ശ്രീമതി ആർ ശ്രീലേഖ, മുൻ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള ആർ ശ്രീലേഖ എന്നിവരെയാണ് വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും 10 വൈസ് പ്രസിഡന്റുമാരും ഒപ്പം തന്നെ 4 ജനറൽ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് പുതിയ ഭാരവാഹി പട്ടിക. ട്രഷററെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ട്രഷററായി പ്രവർത്തിക്കുക ഇ കൃഷ്ണദാസ് ആണ്, പാലക്കാടുകാരനാണ് ഇ കൃഷ്ണദാസ്. എന്തായാലും ഈ പട്ടികയ്ക്കെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധവും വിമർശനവും ബി.ജെ.പിയിൽ നിന്ന് തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാനമായും എന്തൊക്കെ വിമർശനങ്ങൾ ഉയരാനാണ് വിജിന് സാധ്യത? ആരൊക്കെ ഒഴിവാക്കിയതിലായിരിക്കും ഒരു വിമർശനവും വരും ദിവസങ്ങളിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത? നേരത്തെ പ്രധാന ചുമതലകളിലേക്ക് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും വിഭാഗക്കാരെ ഒഴിവാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ അടുപ്പമുള്ള, രാജീവ് ചന്ദ്രശേഖരന്റെ താല്പര്യമുള്ള ആളുകളെ മാത്രം കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള വിമർശനം കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഉയർന്നിരുന്നു. മുതിർന്ന നേതാക്കളെ, ഒപ്പം തന്നെ അടിത്തട്ടിൽ മുതൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ നേതാക്കളെയൊക്കെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടാണ് ഇത്തരം നീക്കം എന്നുള്ളതായിരുന്നു. എസ്. സുരേഷ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയും സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ തന്നെ അദ്ദേഹവുമായി അടുപ്പം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെതിരെയൊക്കെ ബി.ജെ.പിയിലെ മറുവിഭാഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ വിമർശനവും ഒക്കെ ഉയർത്തിയിരുന്നു. അവർക്ക് വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ പട്ടിക അവരെ കൂടി പരിഗണിക്കാതെയാണ്, വി മുരളീധരനെയും ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ വിഭാഗങ്ങളെയും പരിഗണിക്കാതെയാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് രാജീവ് ചന്ദ്രശേഖരനോട് ഈ വിഭാഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ P.K. കൃഷ്ണദാസ് വിഭാഗത്തിന് കൂടി പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനർത്ഥം കെ സുരേന്ദ്രൻ, വി മുരളീധരൻ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് P.K. കൃഷ്ണദാസുമായി കൂടുതൽ അടുത്തുകൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടികയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി വി മുരളീധരൻ പക്ഷത്തിനായിരുന്നു ബി.ജെ.പിയിൽ സജീവമായ ഒരു ആധിപത്യം ഉണ്ടായിരുന്നത്. അവർ നിയന്ത്രിക്കുന്ന കമ്മിറ്റികളും അവരുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ കഴിയുന്ന കമ്മിറ്റികളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഈ ജില്ലാ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളായി വന്നതും ഈ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും പക്ഷമായിരുന്നു. പക്ഷേ സംസ്ഥാന ഭാരവാഹി പട്ടികയിലേക്ക് എത്തുമ്പോൾ എല്ലാ വിമർശനങ്ങളെയും മറികടന്നുകൊണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടുപ്പക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നു. ഷോൺ ജോർജ് ഒക്കെ ഏറ്റവും അടുത്ത കാലത്ത് ബി.ജെ.പിയിൽ ചേർന്നതാണ്. പി.സി. ജോർജിന് ഒപ്പം ചേർന്നതാണ്. ഇതിനെതിരെയൊക്കെ വലിയ തോതിലുള്ള വിമർശനവും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിജിൻ വയാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.